Hey guys, welcome back to my channel. ഞാൻ ശ്രീലക്ഷ്മി ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈപ്പോതൈറോയിഡ്സം. ഹൈപ്പോതൈറോയിഡ്സം ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണ്? ആ കൂടിയ വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ എന്നതിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. എന്താണ് ഹൈപ്പോതൈറോയിഡ്സം? നമ്മുടെ നെക്കിന്റെ ഫ്രണ്ടിലായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഈ ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതും ഈ തൈറോയ്ഡ് ഗ്ലാൻഡാണ്. മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഹൈപ്പോതൈറോയിഡ്സം സിമ്പിളായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനെയാണ് ഹൈപ്പോതൈറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കാം. ഹൈപ്പോതൈറോയിഡ്സ് ഉള്ളവർക്ക് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് ആണ് വെയിറ്റ് ഗെയിൻ, പിന്നെ എപ്പോഴും ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, കോൾഡ് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഹെയർ ഫോൾ, പിന്നെ ഡ്രൈ സ്കിൻ, ഫേസ് സ്വെല്ലിംഗ് ആയിട്ടിരിക്കുക, പിന്നെന്താണ് നമുക്ക് എപ്പോഴും ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, മെമ്മറി കുറയുക, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ഫീമെയിൽസിൽ കാണുന്നതാണ് ഇറഗുലർ പീരീഡ്സ്. ഈ സിംറ്റംസ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഹൈപ്പോതൈറോയിഡ്സ് ആണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഡോക്ടർ കൺസൾട്ടേഷൻ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് വെയിറ്റ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ളവർക്ക് മെറ്റബോളിസം സ്ലോ ആയിരിക്കും. അപ്പോൾ ഈ മെറ്റബോളിസം സ്ലോ ആയതുകൊണ്ട് തന്നെ നമ്മളെ ബോഡി കലോറീസ് ഉണ്ടാവും, നോർമലായിട്ട് ബേൺ ആവുന്ന പോലെ ബേൺ ആവില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ വാട്ടർ റിട്ടൻഷൻ കൂടുതലായിരിക്കും, അതായത് നമ്മളെ ബോഡി വെള്ളം പിടിച്ചു വെക്കും. അപ്പോൾ ഈ മെഷർമെൻറ്റ് സ്കെയിലിൽ നമ്മളെ ബോഡി വെയിറ്റ് കൂടിയതായിട്ട് കാണിക്കും. അതുപോലെ തന്നെ എന്താണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, എക്സസൈസ് കുറവാണെങ്കിൽ, അതുപോലെ തന്നെ സ്ലീപ്പ്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ അധികമായിട്ട് സ്ട്രെസ് എടുക്കുന്നുണ്ടെങ്കിലും ഇത് വെയിറ്റ് ഗെയിൻ ഒരു വൺ ഓഫ് ദ റീസൺ ആണ്. അപ്പോൾ നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അത് നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത തൈറോയ്ഡ് മെഡിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ തൈറോയ്ഡ് ഹോർമോൺ എന്താവും നോർമൽ ആവാൻ തുടങ്ങും. അപ്പോൾ ഈ നമ്മളെ ഹോർമോൺ നോർമൽ ആകും, അത് നമ്മളെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൂടി ഫോളോ ചെയ്യുക. നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓൾ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ, ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് കുറയ്ക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ 30 മിനിറ്റ്സ് വാക്കിംഗ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ വെയിറ്റ് മാനേജ്മെൻറ്റിന് അത് നല്ലതായിരിക്കും. അപ്പം നമ്മളെ സ്ലീപ്പും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതും നമ്മുടെ വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളെ തൈറോയ്ഡ് മെഡിസിൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ തൈറോയ്ഡ് മെഡിസിൻസ് നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. യൂഷ്വലി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 30 അല്ലെങ്കിൽ 60 മിനിറ്റ്സ് മുന്നേ നമ്മൾ മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് മെഡിക്കേഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല. അപ്പം നമ്മൾ തൈറോയ്ഡ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്, അപ്പോൾ മെയിനായിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റാണ്. അതായത് TSH, ഫ്രീ T4, ചില കേസിൽ ഫ്രീ T3, പിന്നെ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ TPO ആൻറ്റിബോഡി ടെസ്റ്റും കൂടി റെക്കമെൻഡ് ചെയ്യും. സോ ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടെന്ന് വെച്ച് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് വെയിറ്റ് എന്തായാലും കുറയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, സ്ലീപ്പ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഡോക്ടർ ഫോളോ അപ്പ് ഒക്കെ നോർമലായിട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് തൈറോയിഡിനെ പറ്റി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.